നമസ്കാരം ഗൈസ്, ട്രക്കേഴ്സിന്റെ മറ്റു വിളിക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. നമ്മള് എന്തുകൊണ്ടാണ് ട്രക്കിൽ നിന്ന് ഒരുപാട് നാൾ മാറിയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഈ ട്രക്കിംഗ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ക്ഷാമം കണ്ടന്റ് ആണ്. കാര്യം എന്നും ഒരേപോലെയാണ് ലൈഫ്. നമ്മൾ പിക്കപ്പ് എടുക്കുന്നു, ലോഡ് എടുക്കുന്നു, ഡെലിവറി ചെയ്യുന്നു, ഇതൊക്കെ തന്നെ. അല്ലാതെ ഇതില് ഒരു വേറെ കാണിക്കാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ 1-2 ദിവസമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ബോറടിച്ചു തുടങ്ങും. അതുകൊണ്ട് തന്നെ കുറച്ചാൾ വേണ്ടാന്ന് വിചാരിക്കും. വീണ്ടും തിരിച്ചു വന്ന് ചെയ്ത് കഴിഞ്ഞാലും സെയിം സംഭവം തന്നെയാണ് കാണിക്കാനുള്ളത്. പുതിയതായിട്ടൊന്നും കാണിക്കാനില്ല. അപ്പം ലോങ് ട്രിപ്പ് പോവുകയാണെങ്കിൽ ഒരു സ്ഥലങ്ങൾ കാണിക്കാം. സ്ഥലങ്ങൾ കാണിച്ചാലും മാക്സിമം റോഡാണ് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാറില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയുള്ള അല്ലെങ്കിൽ പോകുന്ന റോഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ട്രക്ക് ലൈഫ് എന്നുള്ള വീഡിയോ നമുക്ക് എപ്പോഴും ചെയ്യാനായിട്ടൊരു മടി ഉണ്ടാകുന്നത്. ബട്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസത്തെ വീഡിയോ അല്ല, 2 ദിവസത്തെ വീഡിയോയുടെ മെർജ് ചെയ്ത് നമ്മളൊരു സിംഗിൾ വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വോൾവോ ട്രക്കിന്റെ നമ്പർ പ്ലേറ്റ് റിന്യൂ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്പർ പ്ലേറ്റ് നമുക്ക് ഓഗസ്റ്റ് അവസാനം വരെ ആയിരുന്നു ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരാഴ്ചയായി. ഒരാഴ്ച നമ്മൾ വണ്ടി ഓടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച നമുക്ക് ട്രിപ്പ് ഉണ്ട്. തിങ്കളാഴ്ച ട്രിപ്പിന് പോകാനായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് റിന്യൂ ചെയ്ത് സ്റ്റിക്കർ കിട്ടും. വേറെ ഒന്നുമില്ല, നമുക്ക് സ്റ്റിക്കർ കിട്ടും. ഓൾറെഡി നമുക്കൊരു പേപ്പർ സർവീസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് ഓൺലൈനിൽ ചെയ്യാമായിരുന്നു. ഓഗസ്റ്റ് 30 മുമ്പായിരുന്നെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞത് കാരണം ഇനിയിപ്പോൾ ഓൺലൈൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നേരെ ഇവിടുത്തെ സർവീസ് ഉണ്ടായി പോയിട്ട് നമ്മുടെ ഓണർഷിപ്പായിട്ട് ചെന്നിട്ട് നമുക്ക് 1 വർഷത്തേന് ചെയ്യാം, 6 മാസത്തേന് ചെയ്യാം, 3 മാസത്തേന് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വട്ടം 6 മാസത്തേനാണ് ചെയ്തിരുന്നത്. ഇപ്പം അത് കഴിഞ്ഞ് ഇനിയിപ്പം 1 വർഷത്തേനുള്ള പറ്റുവാണെങ്കിൽ എടുക്കാം. റേറ്റ് അനുസരിച്ച് എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് എത്താറായി. സർവീസ് ഉണ്ടായി പോയി ക്യൂ നിന്നിട്ട് നമ്മുടെ കാര്യം നടന്നില്ല. കാര്യം നടക്കാത്തതെന്ന് പറഞ്ഞാൽ റിന്യൂ ചെയ്യാനായിട്ട് സ്റ്റിക്കറിന് നമ്മളിനി എമിഷൻ ടെസ്റ്റ് ചെയ്യണം. ട്രക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ എമിഷൻ കറക്റ്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പം ഇനിയിപ്പം നമ്മൾ നേരെ വർക്ക്ഷോപ്പിൽ പോയിട്ട് എമിഷൻ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പം അത് നേരത്തെ പറഞ്ഞാലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ വർക്ക്ഷോപ്പ്, നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നൊരു വർക്ക്ഷോപ്പ്, അവിടെ ചെന്നിട്ട് നമുക്ക് എമിഷൻ ടെസ്റ്റിനുള്ള പരിപാടികളൊക്കെ ചെയ്യാം. തിങ്കളാഴ്ച ഇനി എമിഷൻ ടെസ്റ്റ് ചെയ്താൽ ചൊവ്വാഴ്ച നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റുള്ളൂ. അപ്പം എമിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ പോക്കോഡിലേക്ക് ഒരു സാധനം ഇട്ടിട്ട് നമ്മുടെ പുകയെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് സ്റ്റിക്കർ കിട്ടുള്ളൂ. കാര്യം ഒരു സെർട്ടൻ ഇയേഴ്സിന് ബാക്കിലോട്ടുള്ള എല്ലാ ട്രക്കുകളും എമിഷൻ ടെസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പം നമ്മുടെ ഇതിന് മുമ്പ് നമ്മുടെ 2016 വണ്ടി പൈലൻഡ് നമ്മൾ റിന്യൂ ചെയ്യാൻ നേരം എമിഷൻ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതും ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. ഒരു വർഷത്തിൽ 1 വട്ടം ചെയ്യണം. ഇത് 1 വർഷം മുമ്പേ ചെയ്തതാണ്. അപ്പം 1 വർഷമായ കാര്യം ഞാൻ പോലും മറന്നുപോയി. ഇനിയിപ്പം എമിഷന് കൊടുത്തിട്ട് അവർ ഇനി തിങ്കളാഴ്ച വന്നാൽ ഭാഗ്യം. അതുകൊണ്ട് ഇപ്പോൾ നേരെ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ചോദിക്കാം തിങ്കളാഴ്ച നടക്കുമോ എന്നുള്ള കാര്യം. തിങ്കളാഴ്ച നടക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്. എമിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സർവീസ് ഉണ്ടാരിയിലേക്ക് ഇവരുടെ ഡീറ്റെയിൽസ് അവരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും. നമ്മൾ കൊണ്ടു ചെല്ലേണ്ട ആവശ്യമില്ല. ഇതെല്ലാം അവരുമായിട്ട് ലിങ്ക് കണക്റ്റഡ് ആയതുകൊണ്ട് ഇപ്പോൾ അവരുടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇത് വന്ന് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് കിട്ടും. അപ്പോൾ കാര്യം പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വണ്ടികളെല്ലാം എമിഷൻ ടെസ്റ്റ് ചെയ്യേണ്ടത്. അത് എനിക്ക് നമ്മുടെ പുക പരിശോധന കേന്ദ്രമൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ പുക പരിശോധിക്കുക, അതിനിവർ വന്ന് ചെയ്യുന്നതാണ് ചില സ്ഥലങ്ങളിൽ. അപ്പം ഇവർ തിങ്കളാഴ്ച അവൈലബിൾ ആണെങ്കിൽ തിങ്കളാഴ്ച നമ്മുടെ യാർഡിൽ വന്നോ അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷനിലേക്ക് വണ്ടി കൊണ്ടുപോയി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്കിനി എമിഷൻ ടെസ്റ്റിൻ്റെ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ അവിടെ വർക്ക്ഷോപ്പിൽ ചെന്ന് എന്തായാലും കറക്റ്റ് ടൈമിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ എമിഷൻ ചെയ്യുന്ന ആൾ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ട്രക്ക് വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എമിഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ബട്ട് നമ്മുടെ ട്രക്കിൻ്റെ ഫ്രണ്ടിലാണല്ലോ ഈ ട്രെയിലർ കൊണ്ടിട്ടേക്കുന്നത്. അതിനിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തുണ്ടോ, അല്ലെങ്കിൽ നമ്മളിവിടെ കുടുങ്ങി സമയം പോകും. അങ്ങനെ നമ്മൾ പെട്ടെന്ന് വന്ന് ട്രക്ക് എടുത്തു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ട്രക്കും ട്രെയിലർ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് കണക്ട് ചെയ്യുകയാണ്. അപ്പം ഇവർ പോകുന്നവരെ നമ്മളോട് വെയിറ്റ് ചെയ്യണം. ഓൾറെഡി പറഞ്ഞ പേര് പെട്ടെന്ന് പോകുമെന്നാണ് പറഞ്ഞാൽ. എനിക്കൊന്ന് പുള്ളി കാരം കണ്ട മാറ്റിയിടാൻ പോയേക്കുവാണ്. അപ്പോൾ ഞാൻ ട്രക്ക് നമ്മുടെ ട്രെയിലറൊക്കെ അൺഹുക്ക് ചെയ്തു, എല്ലാം റെഡിയായി നിൽക്കുകയാണ്. പുള്ളിക്കാരെ മാറ്റിയാൽ നമുക്ക് ട്രക്ക് മാറ്റിയിട്ട് വേണം നമ്മുടെ കാറെടുത്ത് ഈ പാർക്കിങ്ങിലോട്ട് ഇട്ടിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. പുള്ളി കിടന്ന് ഓടുക, എന്തോ സീരിയസ്ലായിട്ട് ചെയ്യുന്നുണ്ട്. പുള്ളി എന്തായാലും പെടാന്ന് തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് പോകാൻ എളുപ്പമായി. ഇനിയിപ്പോൾ നമ്മുടെ കാറ് ബ്ലോക്ക് ചെയ്തോ? പോട്ടെ കുറച്ചുകൂടെ പോട്ടെ.
ആ ഇനിയും പോട്ടെ, കാറിടണം. ആ ഓക്കെ. ട്രക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാർഡിലോട്ട്. യാർഡിൽ കാർ കിടക്കല്ലേ, കാർ എടുത്തിട്ടാണ് ഇന്ന് നമ്മുടെ ഓണപരിപാടിയാണ്, അതിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തിരിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയും കൊണ്ട് നമ്മുടെ സുഹൃത്ത് കൊണ്ടായിരുന്നു. അവളെ വിളിച്ചപ്പോഴത്തിന് അവൾ ഈ ഏരിയയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് എന്നെ പിക്ക് ചെയ്ത് യാർഡിലോട്ട് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ അതേ വരും, നമ്മുടെ കാർ നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ട്. എന്തായാലും അടുത്ത ആളുള്ള കാര്യമായി. എന്റെ പൊന്നെ, ഇതൊക്കെ എന്താടി ഇതൊക്കെ? എന്റെ ഇന്നലെ ഞാൻ സാധനം തപ്പിയതാ, എന്നിട്ട് എടുത്ത് വെക്കാൻ ഞാൻ അറിഞ്ഞോ നീ വന്ന് വണ്ടി എടുക്കുന്നു. അപ്പൊ പെട്ടെന്നോട്ടെ, നീ ഓണത്തിന് അടിപൊളിയായിട്ടിരിപ്പുണ്ടല്ലോ. നേരെ പോട്ടെ, വഴിയെല്ലാം അറിയാം. അങ്ങനെ നമ്മൾ യാർഡിൽ വീണ്ടും തിരിച്ചെത്തി. നമ്മുടെ വീക്കെൻഡ് ആയതുകൊണ്ടുണ്ടോ എല്ലാ വണ്ടികളും യാർഡിലുണ്ട്. അങ്ങോട്ടും എല്ലാം ഉണ്ടോ, നിരന്ന് കിടക്കുക. ഇഷ്ടംപോലെ ട്രക്കുകൾ കിടപ്പുണ്ട്. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഉണ്ടാവും. നമ്മുടെ തന്നെ രണ്ടാമത്തെ ട്രക്ക് അവിടെ കിടപ്പുണ്ട്. ഓ വേറൊരു പീറ്റർബിൽറ്റ് കെൻവർത്ത് പോകുന്നതിൻ്റെ സൗണ്ടാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രക്കിൻ്റെ എമിഷൻ ടെസ്റ്റ് കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ വന്ന് കാണിച്ചു. അതുകൊണ്ട് സ്റ്റിക്കർ നമുക്ക് 2024 വരെ, ഡിസംബർ 24 വരെ കിട്ടിയിട്ടുണ്ട്. അതായത് 4 മാസത്തിനാണ് തൽക്കാലം എടുത്തേക്കുന്നത്. 4 മാസത്തിന് തന്നെ നമുക്ക് $910 ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തൽക്കാലം നമ്മൾ 4 മാസത്തേനാണ് നമുക്ക് റിന്യൂവൽ പേപ്പർ വന്നപ്പോൾ. അതുകൊണ്ട് അതങ്ങനെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവർ എമിഷൻ വേണമെന്ന് പറഞ്ഞത്. നമ്മളങ്ങനെ എമിഷൻ ചെയ്തു. ഇന്നലെ തന്നെ കണ്ടല്ലോ, ഇന്നലെ തന്നെ നമ്മൾ ട്രക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ 10 മിനിറ്റിൽ തീർന്നു. പക്ഷേ നമുക്ക് ധൃതികളോട് പോയി. അതിനുശേഷം പിറ്റേ തിങ്കളാഴ്ചയാണ്. ഇപ്പോൾ തിങ്കളാഴ്ച എൻ്റെ സർവീസ് സെൻ്ററിൽ വന്ന് സംഭവം എല്ലാം സെറ്റായി, സാധനം കൈ കിട്ടി. ഇനി നേരെ ഇപ്പം നമ്മൾ ആ വർക്ക്ഷോപ്പിൽ തന്നെ ആ ട്രക്ക് കിടക്കുന്നത്, അവിടെ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. നേരെ അങ്ങോട്ട് പോയി സ്റ്റിക്കർ പ്ലേറ്റിൽ ഒട്ടിച്ചിട്ട് നമുക്ക് വണ്ടി എടുത്ത് യാർഡിലിട്ട് പോകണം. നമ്മൾ വർക്ക്ഷോപ്പിൽ പോയി മറ്റേ ട്രക്ക് സ്റ്റിക്കർ ഇട്ടിച്ച് എടുക്കുന്ന പരിപാടി തൽക്കാലം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഡെലിവറിക്ക് പോകാനായിട്ട് വന്നേക്കാം. നമ്മുടെ ഈ വണ്ടിയിലെ ലോഡർ ട്രെയിലർ അടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡെലിവറിക്ക് ചെയ്യാൻ കാര്യം ഇനി അധികം ലേറ്റ് ആകണ്ടെന്ന് വിചാരിച്ചു. ഒരുപാട് സമയമായി, 11 മണിയായി. നമ്മൾ ഡെലിവറിക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് ആ ട്രക്ക് എടുത്താൽ മതി. ആ ട്രക്ക് കൊണ്ട് നമുക്ക് ഇന്നിപ്പം ഉപയോഗമില്ല, നാളത്തേന് മതി. അപ്പോൾ രാത്രിത്തേനുള്ളിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വന്നു തന്നെ നമ്മുടെ ഇവിടുത്തെ സ്വിച്ച് ഓഫ് ആയിരിക്കും. എപ്പോഴും നമ്മുടെ ഒരു ചുറ്റിയിൽ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും. കാര്യം നമ്മുടെ ടയറിൻ്റെ എയറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചേക്കും. ഇത് നമ്മൾ ആദ്യം ഓണാക്കുമ്പോഴത്തേന് വണ്ടി ഫുള്ളി ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് കീയിട്ട് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ നീഡിലൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് റെഡിയായി വരാനായിട്ട് 1-2 സെക്കൻഡ്സ് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ടാവും. കംപ്ലീറ്റ് എയർ ഡൗൺ ആക്കി കിടക്കുന്നതിൻ്റെ ഇല അടിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടി സ്റ്റാർട്ടാക്കി ഒരു 1-2 മിനിറ്റിൽ തന്നെ നമുക്ക് എയർ ഫില്ലായി കഴിഞ്ഞാൽ, എയർ എവിടെ ഈ റെഡിന് വെളി വന്നു കഴിഞ്ഞാൽ ഈ അലാം ഓഫ് ആയിക്കോളും. അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അങ്ങനെ വണ്ടിയിൽ അത്യാവശ്യം എയർ ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടാവും അലാം പോയി. എയർ നമ്മളെപ്പോഴും നമ്മുടെ ഈ റെഡിന് മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അലാം ഓഫ് ആകും. ഇനിയിപ്പോൾ ഒരു 120 PSI വരുമ്പോഴത്തേന് നമ്മുടെ എയർ കട്ട് ഓഫ് ആകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ വണ്ടിയിൽ ഫുൾ എയർ ആയെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് കട്ട് ഓഫ് ആവേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണ്. കട്ട് ഓഫ് ആയില്ല എന്നുണ്ടെങ്കിൽ ടാങ്കിൽ എയർ ആവശ്യത്തിൽ കൂടുതലായി പോകും. അപ്പോൾ അത് കൂടുതൽ വന്നാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 120-നകത്ത് വെച്ചത് കട്ട് ഓഫ് ആയിട്ട് വീണ്ടും കുറഞ്ഞിട്ട് വീണ്ടും കൂടും. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ബാക്കിയേക്കാൾ സെറ്റാണ് ഇത്. നമുക്ക് ഫ്യൂൽ ഒരു 1/2 ടാങ്ക് ഉണ്ട്. അതിൻ്റെ ആവശ്യം 1/2 ടാങ്ക് കൂടുതലാണ്. നമുക്ക് ടൊറൻറ്റോ വരെ പോയാൽ മതി. ബാക്കിയൊക്കെ സെറ്റാണ്. പിന്നെ കുറേ ആവശ്യമില്ലാത്ത മീറ്ററുകളൊക്കെ ഉണ്ട്. വീട് കയറുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിലറിൻ്റെ എയർ റിലീസ് ചെയ്ത്, ട്രെയിലർ ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. അതായപ്പം എയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേന് അത് മാറിക്കോളും. അപ്പോൾ ട്രെയിലറിലെ ആവശ്യത്തിന് എയർ ഫില്ലാവും. ബാക്കി ഇനി അതിനുശേഷം എയർ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യണം. ബ്രേക്ക് ചെക്ക് ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് മൂവ് ചെയ്യാനായിട്ട്. ബാക്കി നമ്മൾ ഇതിൻ്റെ മീൻ ടൈമിൽ പ്രീ ട്രിപ്പ് ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞ് പുറത്ത് പോയി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വന്നു. ഇനിയിപ്പോൾ ഇൻ ക്യാബിനായിട്ടുള്ള ബ്രേക്ക് ചെക്കും എയറിലേക്ക്, ഓഡിബിൾ എയറിലേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ പോകാൻ റെഡിയായിട്ട് നമ്മുടെ വണ്ടി നമ്മുടെ പാർക്കിങ്ങിൽ നിന്ന് മാറ്റി. എപ്പോഴും പോകുന്നതിന് മുമ്പേ ഒരു ഫൈനലായിട്ട് നമ്മുടെ ട്രെയിലറിൽ ലോഡ് ഉണ്ടോ എന്നൊന്ന് മേക്ക് ഷുവർ ചെയ്യുന്നത് നല്ലതാണ്. അതിന് മുമ്പ് അങ്ങോട്ട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി. ഇത് മൊത്തം തഴ വീണ് കിടക്കുകയാണല്ലോ. ഇത് റീസൈക്ലിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേ ലൊക്കേഷനിലേക്ക് നമ്മൾ പോകാൻ പോകും. നമുക്ക് എല്ലാ ആഴ്ചയിലും ഉള്ളൊരു ഓട്ടമാണിത്.
നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഡെലിവറി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് പോകാറിറങ്ങിയപ്പോൾ അത്യാവശ്യം മഴയും പെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറേ നമ്മുടെ മൊബൈലിൽ കൂടെ തന്നെ നമുക്ക് തിരിച്ചുള്ള ലോഡ് കുറച്ച് നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല. അതുകൊണ്ട് നമ്മൾ MT ആയിട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. നേരെ ഇനി നമുക്ക് ലണ്ടൻ വരെ MTക്ക് പോകണം. ട്രക്കിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ വേറൊരു കമ്പനിക്ക് വേണ്ടി അല്ല വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഈ ലോഡെല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പം ഇങ്ങോട്ടുള്ള എനിക്ക് ഈ ലോഡ് സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പോൾ തിരിച്ച് മിക്കപ്പോഴും നമ്മൾ MT ആണ് പോകാറ്. പിന്നെ അന്നേരം ആ സമയത്ത് നമ്മൾ മൊബൈലിൽ കൂടെ ഓൺലൈൻ ലോഡുകൾ ഓപ്പൺ ലോഡുകളൊക്കെ നോക്കും. ഏതെങ്കിലും കിട്ടിയാൽ അങ്ങോട്ടെല്ലാം എണ്ണക്കാശ് മുതലാക്കാം. ഇതിപ്പോൾ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടും കാര്യമൊന്നുമില്ല. സമയം ഒരുപാടായി. ഇനി അതുകൊണ്ട് നേരത്തെ പോവും MT ഓടി പോവുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ടിലൊരു ഫ്ലാറ്റ് ബെട്ടുകാരനൊരു 450, ഇവന്റെ പേരെന്താ 450 അല്ല, അതിന്റെ പേര് മറന്നു കേട്ടോ, സോറി. എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ചെറിയ ട്രിപ്പാന്ന് പറഞ്ഞ് ഇറങ്ങിയതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പൊ തൊട്ടടുത്ത് വരുന്ന ഓൺ റോഡിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഫുഡ് വാങ്ങിക്കാം. കാര്യം ഇനി അധികം ദൂരം ഉണ്ടാവില്ല. ഇവിടെ നിന്ന് ഇനി നമുക്കൊരു 2 മണിക്കൂർ ഇന്നത്തെ പണി തീരും. അതിനുശേഷം ചിലപ്പോൾ ഡെലിവറി വരെ ഉണ്ടാവും, കൺഫേംഡ് അല്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും വിശന്നിരുന്ന് നമ്മൾ ഈ പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. രാവിലെ വീട്ടിൽ നിന്ന് പുട്ടും പഴമോ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പൊ ഇവിടത്തെ ഒരു ഓൺ റൂട്ട് വരുന്നുണ്ട്. ഇത് എക്സാക്ട്ലി ഇപ്പൊ നമ്മുടെ വീടിന് തൊട്ടടുത്ത് നമ്മളുള്ളത്. അപ്പുറത്തൂടെ ഒരു ഷോർട്ട് കട്ട് എടുത്ത് കയറി പോയിരുന്നെങ്കിൽ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും കഴിക്കാമായിരുന്നു. ഈ നമ്മൾ നേരത്തെ പറയാതെ ചെല്ലുന്നത് കാരണം വീട്ടിൽ ഫുഡ് ഉണ്ടാകാതിരിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. ആ ഫ്ലാറ്റ് ഞാനിക്ക് ഈ എക്സിറ്റ് എടുത്ത് റൈറ്റിലോട്ടാ കയറണ്ട. അതുകൊണ്ട് ഞാനിങ്ങനെ റൈറ്റ് ലൈൻ പിടിച്ചപ്പോൾ മറ്റേ ഈ ഫ്ലാറ്റ് ബെഡ് കാരണം അത്യാവശ്യം പതുക്കെയാ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് കയറേണ്ടി വരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ അപ്പുറത്തെ ട്രക്ക് പോകുന്ന നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാമായിരുന്നു. അങ്ങനെ നമ്മൾ ഓൺ റൂട്ട്, ആക്ച്വലി വുഡ് സ്റ്റോക്കിൽ ഓൺ റൂട്ടാണ്. ഇവിടെ ഒരു ഗ്യാസ് സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പൊളിച്ചു കളഞ്ഞു. പുതിയത് പണിയാൻ വേണ്ടിയിട്ടായിരിക്കും. അവിടെ ഒരു വണ്ടി പോയി കറക്റ്റ് ടൈമിൽ തന്നെ. എപ്പോ എന്നാലും ഈ ഏരിയ പാർക്ക് ചെയ്ത് ഞാൻ അധിക ദൂരം നടക്കണ്ട. അപ്പൊ നമ്മുടെ യാർഡും കഴിഞ്ഞ് നമുക്ക് സെന്റ് തോമസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അവിടെ ആമസോണിൽ പോയിട്ട് നമുക്ക് ട്രെയിലർ സ്വിച്ച് ചെയ്യാനുണ്ട്. ഇനി വൈകുന്നേരം വീട് എത്തുന്ന വിശന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് കടയിൽ കയറി ഇവിടെ കയറി ഫുഡ് വാങ്ങിച്ചു. നമ്മുടെ സബ്വേ ഒരെണ്ണം വാങ്ങിച്ചു. സബ്വേ വാങ്ങിച്ചിട്ട് അതെങ്ങനെ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ കഴിക്കാൻ, അതിനുവേണ്ടി സമയം കളയണ്ട. അപ്പൊ പതുക്കെ വന്നു തുറന്നു വണ്ടി എടുത്തു. ഇനിയിപ്പോൾ പതുക്കെ കഴിച്ച് വണ്ടി ഓടിച്ചങ്ങ് പോവുകയും ചെയ്യാം. പ്ലസ് ഒരു കോഫിയും കൂടെ എടുത്തു. അപ്പൊ എന്തായാലും 2-3 മണിക്കൂറത്തേന് ഇതിന് ധാരാളം. അതിനുള്ളിൽ നമ്മൾ തിരിച്ചു വിടുന്നതായിരിക്കും. നേരെ നമ്മൾ പോകുന്നത് ആമസോണിലേക്ക്. കാരണം നമ്മളിവിടെ ആമസോണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി അകത്ത് കയറി ട്രെയിലർ ലോഡ് ഇടുകയിലുണ്ടെങ്കിൽ നമ്മൾ ലോഡ് ട്രെയിലർ എടുത്തുകൊണ്ട് പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ തന്നെ നമുക്ക് ഒരു റീഫർ ട്രെയിലർ ആവശ്യമുണ്ട്. അത് ഇവിടെ കിടപ്പുണ്ട്, അതും എടുത്തങ്ങ് പോകണം. അത് MT ആണോ? അത് MT ആയിരിക്കും. അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് യാർഡിലെത്തി. ട്രക്ക് പാർക്ക് ചെയ്ത് നമ്മുടെ കാർ എടുത്ത് നമ്മൾ രാവിലെ പെൻഡിങ് വെച്ച വേറൊരു പണിയുണ്ടല്ലോ. നമ്മുടെ മറ്റേ ട്രക്ക് വർക്ക്ഷോപ്പിൽ കിടക്കുകയാണ്. സ്റ്റിക്കർ നമ്മുടെ കയ്യിലുണ്ട്. ആ വർക്ക്ഷോപ്പിൽ പോയിട്ട് ട്രക്കിൽ സ്റ്റിക്കർ അടിച്ച്, അതായത് നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ സ്റ്റിക്കർ ആട്ടോ, ആ സ്റ്റിക്കർ ഒട്ടിച്ച് നമുക്കിവിടെ യാർഡിൽ കൊണ്ടിടണം. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് ട്രിപ്പ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മളിപ്പോൾ പോകുന്ന വർക്ക്ഷോപ്പ് തൊട്ടടുത്ത് തന്നെ, വലിയ ദൂരമൊന്നുമില്ല, 5 മിനിറ്റ് തോട്ടമേ ഉള്ളൂ. ഓഗസ്റ്റ് വരെ വാലിഡിറ്റി ഉള്ളതായിരുന്നു സ്റ്റിക്കർ. ഓഗസ്റ്റ് കഴിഞ്ഞപ്പോൾ സെപ്റ്റംബറിൽ സാധനം ഇനിയിപ്പോൾ 4 മാസം എടുക്കും. അതിന് ഡിസംബർ വരെ ഉണ്ട്. അപ്പം നമ്മൾ ഡിസംബർ വരെ ഓടാനായിട്ട് ഗുഡാണ്. നമ്മൾ മറ്റേ വണ്ടിക്ക് ഒക്ടോബറിൽ തീരും, അടുത്ത മാസം തീരും. അത് ഒക്ടോബറിൽ അടുത്ത മാസത്തേന് മാറ്റണം. ഇന്നത്തെ പണി നമ്മുടെ കഴിഞ്ഞു ഓൾമോസ്റ്റ്. ലെറ്റ്സ് ഗോ. ഇന്നത്തെ പരിപാടി നമ്മളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാം.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുട്ടി പരിപാടിയും കഴിഞ്ഞ് നമ്മളെ വീട്ടിലോട്ട് പോവാണ്. ഇടയ്ക്ക് നമ്മുടെ ബോണി സഡ്ബറിയിലുള്ള ബോണി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനാണ് ഇടയ്ക്ക് നമ്മുടെ ട്രക്ക് സ്വിച്ച് ചെയ്ത സമയത്ത് എന്നെ പിക്ക് ചെയ്ത് വർക്ക്ഷോപ്പിലോട്ട് വീണ്ടും കൊണ്ടുവന്നത്. കാര്യം നമ്മൾ യാർഡിൽ നിന്നും കാർ എടുത്തുകൊണ്ട് വർക്ക്ഷോപ്പിൽ നിന്ന് ട്രക്ക് എടുത്ത് യാർഡിൽ നിന്ന്. അപ്പോൾ യാർഡിൽ നിന്ന് വീണ്ടും വർക്ക്ഷോപ്പിലോട്ട് പോകാൻ വണ്ടിയില്ലല്ലോ. അങ്ങനെ ബോണി ഉണ്ടായിരുന്നപ്പോൾ വന്ന് നമ്മുടെ പുറകെ ഉണ്ട്. പുറകെ നമ്മുടെ മസ്താങ്ങിനകത്താണ്. അപ്പോൾ ഇന്നലെ അവൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ സഡ്ബറിയിൽ നിന്ന് ബൈക്കിലാണ് വന്നേക്കുന്നത്. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് വേണം അവൻ്റെ ബൈക്കിൽ 2 റൈഡൊക്കെ അടിക്കാനായിട്ട്. നമ്മുടെ ബൈക്കൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതുവരെ പുറത്തിറക്കാൻ പറ്റിയിട്ടില്ല. വർഷങ്ങളായിട്ട് ഗ്യാരേജിൽ മാത്രം ഇരിക്കുകയാണ് എൻ്റെ ബൈക്ക്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും തന്നെ 5 മിനിറ്റിൽ വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ ബൈക്കിലൊക്കെ റൈഡ് പോയിട്ടാണ് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നത്. ലണ്ടനിലുള്ള ഒരു ലൊക്കേഷൻ നമ്മൾ ഡെലിവറിക്ക് വന്നേക്കുന്നത്. ഇന്നത്തെ ഡെലിവറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ക്രൂഷ്യലായിട്ടുള്ള സ്ഥലമാണ്. ട്രക്ക് ഫുള്ള് റോട്ടിലാണ് കിടക്കുന്നത്. ട്രെയിലർ തന്നെ നമ്മുടെ വാക്കിംഗ് കർവിൽ നിന്നും പകുതിക്ക് വെളി വന്നാൽ കിടക്കുന്നത്. ഇതൊന്നുമല്ല, നമ്മുടെ ഇപ്പം ട്രെയിലർ ബാക്ക് ചെയ്തപ്പോഴത്തേന് ഒരു ടയർ മാത്രമേ ഈ കർവിൻ്റെ മുകളിൽ വരുന്നതുള്ളതുകൊണ്ട് ട്രെയിലറിൻ്റെ ലോഡ് മൊത്തം ഈ ടയറിൻ്റെ വെളിയിൽ നിൽക്കുക. അപ്പുറത്തെ ഭാഗത്താണെങ്കിൽ നല്ല ഗ്യാപ്പും ഉണ്ട്. ഇത് വെയിറ്റ് കൂടി ടയർ പൊട്ടിപ്പോകുന്നുള്ള ടെൻഷൻ. അതൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഒരു താപ്പോട്ട് സ്ലോപ്പ് ആയത് കാരണമാണ് നമുക്ക് ലാൻഡിങ് ഗിയർ പോലും താഴെ വരെ പോകാത്ത, ലാൻഡിങ്ങിലേക്ക് താഴെ പോകാതെ കാരണം ലോ ഗിയറിലിട്ട് മാക്സിമം പറ്റുന്നതിന് പൊക്കി വെച്ചേക്കാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ രീതി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ടയർ ഭയങ്കരമായിട്ട് ബൾജ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ തന്നെ നമ്മുടെ സ്കേർട്ട് എല്ലാം പൊട്ടി നാറി എല്ലാം ഇവിടെ കൊണ്ട് വളഞ്ഞ് ഓടിഞ്ഞത്. തിരിച്ച് കയറ്റുമ്പോൾ കാണാം അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേന് വീടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല, എല്ലാം ഉരഞ്ഞ്. പിന്നെ പോലീസുകാരൊക്കെ വന്ന് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നേ. അതൊക്കെ പൊട്ടിപ്പോയി. ഇതിവിടെ ഈ ലൊക്കേഷൻ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു തെണ്ടി ലൊക്കേഷനായി. എന്നിട്ട് അവന്മാർ പറയുന്നത് ഇവിടെ കാലിഫോർണിയയിൽ നിന്ന് ഡെയിലി ട്രക്ക് വരുന്ന സ്ഥലമാണ്. ആരാണ് ഇവിടെ ഡെയിലി ട്രക്കും കൊണ്ട് വരുന്നത്? അവനാണ് അടിക്കുക. ഇതൊന്നാമത് നമ്മുടെ ട്രക്ക് ചെറിയ വണ്ടിയാണ്. കാലിഫോർണിയയിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ വലിയ വണ്ടികളാണ്. ഇതിനെയും കാട്ടി വീതിയുള്ള സ്ലീപ്പറാണ് വരുന്നത്. ആ സ്ലീപ്പർ വന്നു വിടുമെന്ന് പറയുന്നത്. ഇത് ചെറിയ വണ്ടി വന്നിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് ഇവിടെ എത്രയും സ്ഥലമേ ഉള്ളൂ. പക്ഷെ എന്താ ചെയ്യുന്നത്? ഇതൊക്കെ കാണുമ്പോഴാണ് ലോക്കൽ ഓട്ടോ ഒക്കെ നിർത്തി ഹൈവേ പോകണമെന്ന് ഇരിക്കുന്നത്. നമ്മതിന് ഹൈവേ ജോബ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കോളർ ജോബാണ്. ലോക്കൽ ഓടെന്ന് പറഞ്ഞാൽ കൂലിപ്പണി, കട്ടപ്പണി എടുത്ത് നമ്മൾ ടയറൊക്കെ തീർന്ന് ടയറൊക്കെ ഒരു പരിപാടിയുണ്ട്. ടയർ എന്തായാലും ഈ ആഴ്ച മാറണമെന്ന് വിചാരിച്ചിരുന്നോ. എന്തായാലും അതിനൊരു തീരുമാനമായി. ആ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളൊരു പിക്കപ്പ് എടുക്കാനായിട്ട് വന്നു. ഈ ലൊക്കേഷനിൽ വന്നിട്ട് ഏകദേശം 3 മണിക്കൂറായി. ഇന്നത്തെ ദിവസം മിക്കവാറും ഇവിടെ തീരുന്നത് തോന്നുന്നു. ലോക്കൽ പിക്കപ്പുകളിൽ ഇത്രയും നാൾ ഞാൻ ചെയ്തതിൽ ഇത്രയും ഡിലേ ആകുന്നൊരു പിക്കപ്പ് ഇവിടെ മാത്രമാണ്. ഇതുവരെ നമുക്കങ്ങനെ ഉണ്ടായിട്ടില്ല. കാര്യം ഇവിടെ നാകെ എനിക്ക് എടുക്കാനുള്ള ഒറ്റ സ്കിഡാണ്. എൻ്റെ ട്രെയിലർ ഓൾമോസ്റ്റ് ഫുള്ളാണ്. കുറച്ച് സ്ഥലം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു സ്കിഡൂടെ മാത്രമാണ് ഈ ഒരു ലൊക്കേഷനിൽ എടുക്കാനുള്ളത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ 3 മണിക്കൂറായിട്ടും അവർ ഡോക്ക് എം ടി അല്ല. ആകെ 3 ഡോക്കുകളിലൂടെ 3 ഡോക്കിൽ 3 വണ്ടികൾ ഓൾറെഡി ഉണ്ട്. ഇവരിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇന്നിനി ഇവിടെ നിന്ന് ലോഡ് കിട്ടത്തുള്ളൂ. അറിയത്തില്ല എത്ര നേരം എടുക്കും, എപ്പോൾ എടുക്കുമെന്ന് അറിയത്തില്ല. നമ്മൾ ഫുഡും കഴിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങാൻ പോകാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടാണ് വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. അവർ വിളിക്കാമെന്ന് പറഞ്ഞ് ഡോക്ക് എം ടി ആകുമ്പോൾ അവർ വിളിക്കുമ്പോൾ ഇത് എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇന്ന് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും വരെ കീപ് വാച്ചിങ്.